നമ്മൾ പലപ്പോഴും ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ പല ഫ്ലേവറിലുള്ള ഇതുപോലെ കോൺ കാണാറുണ്ടല്ലേ. ബട്ടർ ഫ്ലേവറിലും മസാല ഫ്ലേവറിലും ഒക്കെ. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കോൺ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ട് നാരും തൊലിയും ഒക്കെ മാറ്റിയിട്ട് ഒന്ന് കഴുകിയെടുത്ത് ഇതുപോലെ ഒന്ന് പകുതിയാക്കിയിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ആവിയിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ചൂടാറിയ ശേഷം ഇതിൽ നിന്നും ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുക. കൈ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് അടർത്തിയെടുത്താൽ മതി. ഞാനൊരു പകുതി മാത്രമാണ് കേട്ടോ ഇപ്പം കാണിക്കുന്നത്. അതാ പകുതി ഇതുപോലെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഒരു ഇച്ചിരി ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു ടീസ്പൂണൊക്കെ മതി. ഇരുമ്പ് ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടാണുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കോൺ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇതിൽ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് എന്ന് മാത്രം കമൻറ്റ് ചെയ്താൽ മതി. ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ലിങ്ക് എന്ന് മാത്രം കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മതി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം അൺസോൾട്ടഡ് ബട്ടർ ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇനി ഇതിലോട്ട് 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ഭാഗം മാത്രം നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് 1/4 ഭാഗമാണ് നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ള. പിന്നെ ഒരിച്ചിരി കുരുമുളക് പൊടി, അതുപോലെ ചാറ്റ് മസാലയും കൂടെ ഒരിച്ചിരി വിതറി കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തന്നെ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ബട്ടർ മസാല ഫ്ലേവറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സംഭവം അടിപൊളിയാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാം. പിന്നെ പുറത്തുനിന്നൊന്നും ആരും ഇത് കഴിക്കൂല. അത്രയ്ക്കും നമുക്ക് എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.